പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 8-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കരങ്ങളൊക്കെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. സ്വസ്ഥമായി കിടന്നുറങ്ങി കർത്താവ് നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പ ഈ പകൽക്കാലവും അത്ഭുതകരമായി അങ്ങ് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. എല്ലാവരുടെ അധരങ്ങൾ അല്പസമയം തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ നാമത്തെ ഈ പ്രഭാതത്തിൽ ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ 17 പറയുന്നു, ദൈവമേ, ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്നു. അപ്പം അതായത് 6-ാം വാക്യം, അങ്ങ് എനിക്ക് ഉത്തരമരുളുമല്ലോ. എൻ്റെ ചെവി അങ്ങയിലേക്ക് ചായ്ച്ച് അങ്ങയുടെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. അപ്പോൾ ദാവീദ് പറയുക, ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരം അരുളുമല്ലോ. അത് ഉറപ്പാണ്. ആമേൻ. അങ്ങ് ചെവി എങ്കിലേക്ക് ചായ്ച്ചിട്ട് എൻ്റെ അപേക്ഷ കേൾക്കണമേ. 7-ാം ഭാഗം, നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും അങ്ങയുടെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ. അപ്പം കർത്താവിനെ ശരണം പ്രാപിക്കുന്നവരെ നേരെ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും കർത്താവ് തൻ്റെ വലങ്കൈ നീട്ടി രക്ഷിക്കും. അങ്ങനെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. ആമേൻ. കണ്ണിനെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റുവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. സ്തോത്രം. ദാവീദ് രാവിലെ പ്രാർത്ഥിക്കുക. എന്നിട്ട് 15-ാം ഭാഗത്ത് പറയുന്നു, ഞാനോ അങ്ങയുടെ നീതിയിൽ അങ്ങയുടെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തനാകും. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം, നമുക്കും ആരാധിക്കാം. ഒരു നിമിഷം കൂടെ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഉയർത്തിയിട്ട് കർത്താവിനെ ഒന്ന് ആരാധിച്ച്, കർത്താവെ, എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, എന്നോടുള്ള അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, കർത്താവെ, എന്നോടുള്ള അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം, അപ്പാ, എന്നോടുള്ള അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇത്രത്തോളം അങ്ങനെ സഹായിച്ചതിന് സ്തോത്രം. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ഇത്രത്തോളം എന്നെ പുലർത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങനെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ, അങ്ങനെ നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ കർത്താവെ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നപ്പാ, കഴിഞ്ഞ പകലിലെ മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രിയിൽ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിന് സ്തോത്രം. രാവിലെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ആവശ്യം എന്തെന്ന്, അവരുടെ ഭാരം എന്തെന്ന്, അവരുടെ വേദന എന്തെന്ന് അറിയാവുന്ന അങ്ങ് മാത്രം. അതുകൊണ്ട് പിതാവേ, ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണമേ. അവരുടെ വിഷയങ്ങളിൽ അങ്ങ് ഇടപെടണമേ കർത്താവേ. അങ്ങ് അവരെ കരുതണമേ കർത്താവേ. അങ്ങ് അവരെ താങ്ങണമേ കർത്താവേ. അങ്ങ് അവരെ പരിപാലിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ആമേൻ, കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. വേഗത്തിൽ റിപ്പോർട്ട് നെഗറ്റീവ് ആകണമേ. തൻ്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവെ അങ്ങ് സംരക്ഷിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവെ, കാലിൻ്റെ വണ്ണയ്ക്ക് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. അതുപോലെ ബ്ലഡ് ഷുഗർ കൂടി ആമേൻ ആരോഗ്യം ബുദ്ധിമുട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യം മടങ്ങി വരട്ടെ. ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലഡ് ഷുഗർ നോർമലായി തീരട്ടെ കർത്താവെ. അതുപോലെ കർത്താവെ, ചെവിക്കകത്ത് ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, അതേത് തരത്തിലുള്ള ബുദ്ധിമുട്ടും ആയിക്കോട്ടെ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ചെവി സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് പകൽക്കാലം ജോലി ഭാരത്താൽ സാമ്പത്തിക ക്ലേശങ്ങളാലൊക്കെ കഴിയുന്നവരുണ്ടല്ലോ, കർത്താവ് അവരെ അത്ഭുതകരമായി വിടുവിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ. കർത്താവ് ഇന്ന് പകൽക്കാലം അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. കർത്താവെ, തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, തൻ്റെ ജനത്തെ മാനിക്കണമേ, അവരെ ഉയർത്തണം.
ദൈവകൃപയിൽ പൊതിയുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ചയാണ്. മിഡിൽ ഈസ്റ്റൊക്കെ ഉള്ളവർക്ക് സഭാരാധനയുള്ള ദിവസമാണ്. ഒരുങ്ങി വേണം സഭാരാധനയിൽ പങ്കെടുക്കുവാൻ. ഇന്ന് പകൽക്കാലം സഭാരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ദാവീദ് പറയുന്നു, ഞാൻ ദേഹോടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവർ. അതുപോലെ ഇന്ന് പകൽക്കാലം നമുക്ക് നാളെ ഓൺലൈനിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പോലും, നമ്മുടെ ഉള്ളിലൊരു ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകണം. നാളെ എനിക്ക് ആരാധനയ്ക്ക് പോകണമല്ലോ, നാളെ എനിക്ക് ആരാധിക്കണം എന്നൊരു ഉത്സാഹം ഇപ്പോഴേ നമ്മുടെ അകത്തുണ്ടാകണം. 2, നമ്മളിപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം. 3, നമ്മളിപ്പോഴേ ആമേൻ പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ അങ്ങ് എന്നോട് സംസാരിക്കണം, ഒരാഴ്ചത്തേക്കിനുള്ള മന്ന എനിക്ക് കർത്താവ് തരണം. ഇത് നമ്മൾ പറയുന്നതനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ ആ മീറ്റിങ്ങിനകത്ത് നമ്മുടെ മേൽ ദൈവകൃപ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും, നാളെ നിങ്ങൾക്ക് സഭായോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട്, അല്ല നിങ്ങൾക്ക് ഞായറാഴ്ചയാണോ, നിങ്ങൾ ശനിയാഴ്ച തൊട്ടേ പ്രാർത്ഥിച്ചു തുടങ്ങണം, ഒരുങ്ങി തുടങ്ങണം. ഇതൊക്കെ അനുഗ്രഹത്തിനുള്ളൊരു വഴിയാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നാളെ സഭായോഗമുള്ളവരാണെങ്കിൽ ഇന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഒരു നേരം വേണമെങ്കിൽ ഉപവസിച്ച് നോക്കി. എന്നിട്ട് കർത്താവിനോട് പറ, കർത്താവേ നാളത്തെ മീറ്റിങ്ങിൽ എന്നോട് ദൈവാത്മാവ് ഇടപെടണമേ, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് തലോടണമേ, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, എനിക്കൊരാഴ്ചത്തേനോട് വേണം തരണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നാളെ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുപോലെ 1 മണിക്കൂർ നാളെ നിങ്ങളുടെ മീറ്റിങ്ങിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ ഈ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം, ശുശ്രൂഷിക്കുന്നവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ 1 മണിക്കൂർ ആ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ പങ്കെടുക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾ അറിയും. നമ്മുടെ ഓൺലൈൻ ആണെങ്കിലും ആ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ 1 മണിക്കൂർ, നിങ്ങൾ ലോകത്ത് എവിടെ നിന്ന് പങ്കെടുക്കുന്നവരായിക്കോട്ടെ, 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വേണം പങ്കെടുക്കാൻ കേട്ടോ. മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം. നമ്മൾ ഇന്നലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചു പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം. ഇന്ന് അതിൻ്റെ തന്നെ അടുത്തൊരു ഭാഗം 1 കൊരിന്ത്യർ 2-ാം അധ്യായം ആമേൻ അതിൻ്റെ 11-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യം, അല്ല 9-ാമത്തെ വാക്യം എന്നിട്ട് നമുക്ക് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പോൾ ദൈവം ഇന്ന് പകൽക്കാലം ദൈവമക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് മറ്റാരും കണ്ടതോ മറ്റാരും കേട്ടതോ മറ്റാരും ചിന്തിച്ചതോ അല്ല. ആരും കണ്ടിട്ടില്ലാത്തത്, ആരും കേട്ടിട്ടില്ലാത്തത്, ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത നന്മകളാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ വിശ്വസിക്കണം. ആമേൻ. കർത്താവ് നമുക്ക് ഒരുക്കുന്നത് ആരും കണ്ടിട്ടുള്ളതല്ല, ആരും പോയിട്ടുള്ളതല്ല, ആരും അനുഭവിച്ചിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മേത്തരവുമായത് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനമോ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ആരും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള ഭവനവും സ്വർഗത്തിലെ ഭവനവുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്വർഗത്തിൽ ഭവനം പണിഞ്ഞിരുന്ന കർത്താവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഭൂമിയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരി, 10-ാമത്തെ വാക്യം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തി. അപ്പം സാധാരണക്കാരന് അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആത്മാവുള്ളവന്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവന്, ആത്മനിറവുള്ളവന് എന്തു പറ്റും? ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യം എന്നാൽ ദൈവാത്മാവ് ഉള്ളിലുള്ളവന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുമെന്നറിയാം? നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നന്മകളെ നമ്മളെ കാണിച്ചു തരും. നമ്മുടെ കുഞ്ഞിനെ ഏത് കോഴ്സിന് വിടണം, നമ്മുടെ കൊച്ചിൻ്റെ കല്യാണം എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുപോലെ തന്നെ നമ്മൾ ഏത് ജോലിക്ക് വേണം, നമ്മൾ പല ജോലികൾ വരുമ്പോൾ നമുക്കറിയത്തില്ല. അപ്പോഴാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞ, വഴിയിതാ എന്നുള്ള ശബ്ദം നിങ്ങൾ പുറകിൽ നിന്ന് കേൾക്കും. നിങ്ങളുടെയും എൻ്റെ അകത്ത് ദൈവാത്മാവ് ഇരിക്കുക, അവനാൽ പ്രാപിച്ച അഭിഷേകം നമുക്ക് സകലതും ഉപദേശിച്ചു തരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ശ്രദ്ധിച്ചു കേട്ടെ. അവൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടുന്ന ആലോചന തരുമ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയത് നമ്മളെ കാണിച്ചു തരും. അതാകുമ്പോൾ ഒരിക്കലും തിന്മയുണ്ടാകത്തില്ല, അതിന് ആഫ്റ്റർ എഫക്റ്റ് ഇല്ല, കോൺസിക്വൻസ്
കോൺസിക്വൻസസ് ഇല്ല. അവൻ അതിന് യാതൊരു ദോഷവും വരത്തില്ല. കർത്താവ് ഒരുക്കിയത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, കർത്താവ് ഒരുക്കിയത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, കർത്താവ് ഒരുക്കിയത് അവൻ തിന്മയല്ല, അവൻ ഒരുക്കിയത് നന്മ തന്നെ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ എന്തു വേണമെന്നറിയാമോ? അവൻ നമ്മൾ ആ ദൈവാത്മാവിൻ്റെ ശബ്ദം കേട്ട് അവൻ ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്ന വഴിയെ പോകാമെങ്കിൽ ഏറ്റവും ജയകരമായി ഇവിടെ ശുശ്രൂഷ ചെയ്യണം. അവൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ജോലിയുടെ കാര്യമായിക്കോട്ടെ, കുടുംബത്തിലെ കാര്യമായിക്കോട്ടെ, അവൻ നിങ്ങളുടെ ആത്മീക വിഷയങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ, ദൈവം ഒരുക്കിയിട്ടുള്ളത് നമുക്ക് പ്രാപിക്കും. ദൈവം ഒരുക്കിയത് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് സ്ട്രെസ് ഉണ്ടാകത്തില്ല, അതിനകത്ത് സ്ട്രെയിൻ ഉണ്ടാകത്തില്ല. കാരണം അത് ദൈവം ഒരുക്കി വെച്ചത്. നമ്മളായിട്ട് ഒരുക്കുമ്പോൾ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുന്നത്. പക്ഷെ ദൈവം ഒരുക്കിയതാണെങ്കിലോ അത് സന്തോഷമായിരിക്കും, അത് സമാധാനമായിരിക്കും, അത് സ്വസ്ഥതയായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം നമുക്കോ തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഇനി അടുത്ത വാക്യം കൂടെ കേട്ടോണേ, 11-ാമത്തെ. മനുഷ്യനിലുള്ളത് അവനിലെ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? കറക്റ്റ് അല്ലേ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആരാ അറിയുന്നത്? നമ്മൾ പലരോടും പലത് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തോ ആയിരിക്കും ആരാ അറിയുന്നത്? കേട്ടോ, നമ്മൾ പലതും പറയും. നമ്മൾ പറയും, ഓ ബ്രദർ വെരി ഗുഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് നമ്മുടെ ആത്മാവിനെ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിലുള്ളത് ആർക്കേ അറിയത്തുള്ളൂ? ദൈവാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആത്മാവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിലുള്ളത് അറിയുവാനും പരാജയമില്ലാതെ ജീവിപ്പാനും കഴിയും. നിങ്ങൾക്കറിയാമോ 12-ാമത്തെ വാക്യം, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് അറിയാനായിട്ട് നമുക്ക് ആരെ തന്നിരിക്കുക? ദൈവാത്മാവിനെ തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പോൾ ഒരിക്കലും തോൽവിയിലേക്കല്ല പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും താഴോട്ടല്ല പോകുന്നത്, നമ്മളെപ്പോഴും ഉയർച്ചയിലേക്ക് പോകും. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകും, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകും. യെശയ്യാവിന്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ടല്ലോ, ആത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുമ്പോൾ നിങ്ങളുടെ മരുഭൂമിയായിരിക്കുന്നത് എന്തായി മാറും? നിങ്ങളുടെ മരുഭൂമി മലർവാടിയായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം മരുഭൂമിയെ മലർവാടിയാക്കുന്നതാണ് അഭിഷേകം. അപ്പം നമ്മുടെ മേൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മരുഭൂമികളെ മലർവാടിയാക്കി മാറ്റും. മരുഭൂമി എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത സ്ഥലം, ഒന്നിനും കൊള്ളാത്ത സ്ഥലം, ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥലം, ഒരു പ്രയോജനമില്ലെന്ന് പറയുന്ന സ്ഥലം. എന്നാൽ മരുഭൂമി എന്തായി മാറും? യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മരുഭൂമി മലർവാടിയായി മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഈ പരിശുദ്ധാത്മാവ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതാണോ? നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മരുഭൂമികൾ പരിശുദ്ധാത്മാവ് മലർവാടിയാക്കി തരും. പിന്നെയും പ്രോഗ്രസ് ആണ്. മലർവാടി എന്തായി മാറും? വനമായി മാറും. അടുത്ത ലെവലിലേക്ക് കയറുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് കൂടുതൽ സഹകരിക്കണം. അപ്പം ചോദിക്കും, എങ്ങനെ സഹകരിക്കും ഉപദേശി? അപ്പം നമ്മൾ പറയണം, ഞാൻ ദൈവാത്മാവിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കണം, പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച് സംസാരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അല്പസമയം ദൈവാത്മാവിനോട് തനിച്ച് സ്പെൻഡ് ചെയ്യണം. പരിശുദ്ധാത്മാവെ എന്നോടൊന്ന് പറഞ്ഞാട്ടെ, ഇന്ന കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടല്ലോ, ഹോളി സ്പിരിറ്റ്, എന്നാ ഞാൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദിക്കണം. എനിക്ക് ഇന്ന കൺഫ്യൂഷനുണ്ട്, എന്നാ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് ദൈവാത്മാവിനോട് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെട്ട് തനിച്ചിരിക്കുമ്പോൾ നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ദൈവശബ്ദം കേൾക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് ഓടിപ്പോകാതെ കർത്താവിൻ്റെ സന്നിധി ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ പല കാര്യങ്ങൾ അങ്ങയോട് പറഞ്ഞു, ഇനി എന്നോടൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരിക്കലും വൺ വേ ട്രാഫിക് അല്ല, ഇത് 2 വേ ട്രാഫിക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കോൺവെർസേഷനാണ്. അപ്പം നമ്മൾ ദൈവസന്നിധി എന്ന് ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവേ എന്നോടൊന്ന് സംസാരിച്ച് എന്ന് പറയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളെ കാണിക്കും പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വചനം പറഞ്ഞു തരും പ്രിയപ്പെട്ടവരെ. ഇനി ഒരു കാര്യം, ദൈവാത്മാവാണോ സംസാരിച്ചെന്ന് അറിയാനുള്ള എളുപ്പ വഴി, ദൈവാത്മാവ് ഒരിക്കലും യേശു പറയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ യേശുവിന് ഇഷ്ടമില്ലാത്ത കാര്യമോ നമ്മളോട് പറയത്തില്ല. എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ യേശുവിൻ്റെ ഇഷ്ടപ്രകാരം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കണം, ദൈവാലോചന പ്രാപിപ്പാൻ ആഗ്രഹിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ താന്നിരിക്കണം. എന്നിട്ടോ അവൻ പരിശുദ്ധാത്മാവിനോട് കാര്യങ്ങൾ പറയണം, എല്ലാം തുറന്ന് പറയണം, യാത്ര മധ്യേ പറയണം, അവൻ ഓഫീസിലിരിക്കുമ്പോൾ പറയണം, അവൻ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ പറയണം, ദൈവാത്മാവേ ഇങ്ങനൊരു കാര്യമുണ്ട്, എന്നാ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് ദൈവം ഒരുക്കി വെച്ചത്, അതൊരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയിൽ കേട്ടിട്ടില്ലാത്തതും ഒരു ഹൃദയത്തിൽ നിരൂപിക്കാത്തതുമാണ് നിങ്ങൾക്ക് വേണ്ടി
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിരിക്കുന്നത്. അത് കാണാൻ, അത് കേൾക്കാൻ, അത് തിരിച്ചറിയുവാൻ കർത്താവ് നിങ്ങളുടെ കണ്ണുകളെയും കാതുകളെയും ഒക്കെ ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹോളി സ്പിരിറ്റുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ മുന്നേറിക്ക് അസാധാരണ ജീവിതമായിരിക്കും കേട്ടോ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഉറക്കെ പറ, ഐ ആം ബ്ലസ്ഡ്, ഐ ആം റിയലി ബ്ലസ്ഡ്, ഐ ആം പെർമനൻ്റ്ലി ബ്ലസ്ഡ്. എന്നോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഒരിടത്തും ഞങ്ങൾക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിനടുത്ത് വരത്തില്ല. ഞങ്ങളുടെ സകല വഴികളിലും സൂക്ഷിപ്പാൻ ഞങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ട്. രാത്രിയിലെ ഭയം, പകൽ പ്രകന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ ഞങ്ങൾക്ക് പേടിപ്പാനില്ല. അത്യുന്നതൻ്റെ രഹസ്യ സ്ഥലത്താണ് ഞങ്ങളിരിക്കുന്നത്. Hallelujah. We are moving glory to glory. We are blessed, really blessed, permanently blessed. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. നാളെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വേണം മീറ്റിംഗിൽ പങ്കെടുക്കാൻ കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ.